സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാർലെ ബിസ്ക്കറ്റ് കൊണ്ടുള്ള 2 കിടിലൻ റെസിപ്പീസുമായിട്ടാണ്. ഒന്നാമത്തേത് ഒരു ലോക്ക്ഡൗൺ കേക്കാണ്. എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ലോക്കായിട്ടിരിക്കുമ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കേക്ക് ആയതുകൊണ്ടാണ് ഇതിനെ ലോക്ക്ഡൗൺ കേക്ക് എന്ന് പറയുന്നത്. തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. രണ്ടാമത്തേത് പാർലെ ബിസ്ക്കറ്റ് കൊണ്ട് തന്നെയുള്ള ഒരു ചോക്ലേറ്റ് ബോൾസ് ആണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പം ആദ്യം നമുക്ക് പാർലെ ബിസ്ക്കറ്റ് കൊണ്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടതെന്ന് പറയാം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് സാധനങ്ങൾ മതി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ. ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊക്കോ പൗഡർ എടുത്തേക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ചോക്ലേറ്റ് കേക്കാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് ചേർക്കുന്നതെങ്കിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല. ഞാൻ കൊക്കോ പൗഡർ എടുക്കുന്നത് കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. ഇത് 1/2 കപ്പാണ്, മെഷറിംഗ് കപ്പിൻ്റെ 1/2 കപ്പാണ്. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം പാക്കറ്റാണ് ബിസ്ക്കറ്റ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ 125 ml എടുത്തിട്ടില്ല, 1/2 കപ്പ് ഫുള്ളായിട്ടില്ല, 100 ml പാലേ എടുത്തിട്ടുള്ളൂ. ഇത്രയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഈ ബിസ്ക്കറ്റ് എല്ലാം കൂടി ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഷുഗർ ഉണ്ടല്ലോ, ആ ഷുഗർ കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അല്ലെങ്കിൽ പിന്നെ ഷുഗറിൻ്റെ പൗഡർ ആണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം പൊടിയല്ലാത്തത് കൊണ്ട് പൊടിച്ചിടാൻ വേണ്ടി ഇട്ടേക്കുവാണ്. ഇപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പം ഒന്ന് അരിച്ചിടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുവാണ്. ചിലപ്പോൾ പൊടിയാതെ കിടക്കുന്ന ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, 2-3 ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും, അതായത് പാലെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെയൊന്നും ഒഴിച്ചു കൊടുക്കരുത്. എല്ലാം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ എത്തിയ ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ 1 പാക്കറ്റ്, അതായത് 100 ഗ്രാം ബിസ്ക്കറ്റേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു കേക്ക് ടിൻ ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ചെറിയ കേക്ക് മതി. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ കേക്ക് ടിന്നും അതുപോലെ വലിയ കേക്കും വേണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇതേപോലെ 2 പാക്കറ്റ് എടുക്കുക, ബാക്കി സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പം നിങ്ങൾക്ക് വലിയ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഉടനെ തന്നെ കേക്ക് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ചിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ബേക്ക് ചെയ്യുന്നത് ഓവനിലോ അല്ലെങ്കിൽ കുക്കറിലോ ഒന്നുമല്ല, ഒരു കടായിലാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്ക് ബേക്കായോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് തുറന്നിട്ട് കേക്കൊക്കെ ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പം ടൂത്ത് പിക്കിനകത്ത് ഒന്നും വന്നിട്ടില്ല, ക്ലിയർ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേക്ക് ടിൻ എടുത്ത് തണുക്കാനായിട്ട് വയ്ക്കാം.
ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് ഷുഗർ, പിന്നെ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കൊക്കോ പൗഡർ ഇടുക, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ ചെറിയൊരു പീസ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല തിക്കായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് മതി. ന്യൂട്ടല്ല, ഹെർഷി സ്പ്രെഡ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ബേക്കായി അതുപോലെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കിട്ടിയേക്കുന്നത്. നല്ല പഞ്ഞി പോലെയുണ്ട്. തൊടുമ്പോഴേക്കും ഇങ്ങനെ താന്നു പോവുക. സൂപ്പർ സോഫ്റ്റാണ്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. ഇപ്പം ഞാൻ എക്സ്ട്രാ ഇങ്ങനെ ഒഴുകി ഇറങ്ങിയിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്തോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ അടുത്ത് ചെറിയ ഉണ്ടെങ്കിൽ ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ സിൽവർ ബോൾസ് ഒക്കെ ഞാൻ ഓൾറെഡി വാങ്ങിയത് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇതിന് സ്പെഷ്യലായിട്ട് വാങ്ങിയതൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടോ? അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബോൾസ് ആണ്. ഇതും നമ്മൾ പാർലേജി ബിസ്ക്കറ്റ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ്, അതായത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് എല്ലാം കൂടെ ഒന്ന് ഒടിച്ച് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റും ഷുഗറും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബിസ്ക്കറ്റ് ബോൾസ് നല്ല ചോക്ലേറ്റ് ബോൾസ് ആയിട്ട് മാറുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാണ് നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കുറച്ച് കാഷ്നട്ടും അതുപോലെ ആൽമണ്ട്സും ആണ്. അപ്പോൾ അത് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 50 ml പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 100 ഗ്രാം ബിസ്ക്കറ്റിന് 50 ml പാലെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്ത ശേഷം ആ ബോൾസ് എല്ലാം കൂടെ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റ് ആയിക്കോളും. അതിനുശേഷം നമുക്കിത് കളർഫുള്ളായിട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രിങ്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ കളർഫുള്ളായിട്ടുള്ള, അതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സിൽവർ ബോൾസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഈ ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ലെയർ ചോക്ലേറ്റ് കൂടി ഇതിന് മുകളിൽ വരും. അപ്പോൾ ഞാൻ ഇനി ചോക്ലേറ്റ് ഇതിലേക്ക് ചേർക്കുന്നില്ല, ഓൾറെഡി നല്ല ചോക്ലേറ്റിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സിൽവർ ബോൾസ് ഉണ്ട്, അപ്പോൾ അതാണ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ്, അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള 2 ചോക്ലേറ്റ് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ തികച്ചും സൗജന്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.